ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ രുചികരമായ ചിക്കൻ ബിരിയാണി വീട്ടിലുണ്ടാക്കാമെന്നാണ്. അപ്പോൾ ആദ്യം തന്നെ കമ്പൊക്കെ എടുത്ത് റെഡിയാക്കി തീ എത്തിക്കാനായിട്ടുള്ള പരിപാടി തുടങ്ങി. ബിരിയാണി അരി വേവിക്കാനായിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചിക്കൻ പീസൊക്കെ റെഡിയാക്കി വെച്ച് അതിൽ വേണ്ട ആവശ്യമായ സാധനങ്ങൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ഇട്ട് റെഡിയാക്കി വെച്ചു. കൂടെ കുറച്ച് തൈരും കൂടെ ഇട്ട് റെഡിയാക്കി മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കി വെച്ച് യോജിപ്പിച്ചു. ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട എല്ലാം കൂടെ നമ്മൾ ആ തിളച്ച വെള്ളത്തിൽ മിക്സ് ചെയ്തു. ആ തിളച്ച വെള്ളത്തിൽ നമ്മൾ ബസുമതി അരി ആവശ്യത്തിന് ഇട്ടു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പം അരി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റുന്നതിന് മുമ്പ് നമുക്ക് കളർ ചേർക്കാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്യുവാണ്. മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അരി നമ്മൾ വാർത്ത് വേറൊരു ചെരുവത്തിലേക്ക് ഇടുവാണ്. ആവശ്യത്തിനായ സബോള നമ്മൾ അരിയുവാണ്. നമ്മൾ വലിയ എക്സ്പേർട്ടൊന്നുമല്ല, എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് അരിഞ്ഞു നോക്കി. അങ്ങനെ സബോളയും ഉണക്കമുന്തിരിയൊക്കെ നമ്മൾ വാട്ടി ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം മിക്സ് ചെയ്യണം. അപ്പോൾ ഈ സമയം തന്നെ നമ്മുടെ ഇറച്ചിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ബിരിയാണിക്ക് ഇടുന്ന ഒരു ഇലയാണ്. ഇതിൻ്റെ പേരറിയില്ല, പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. മുളക് ഇഞ്ചി പേസ്റ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യണം അരി. പല പല ലെയറായിട്ടാണ് മിക്സ് ചെയ്യുന്നത്. കുറച്ച് ഭാഗത്ത് അരി, അതിൻ്റെ മുകളിൽ മറ്റേ ഗ്രേവി ഐറ്റംസൊക്കെ, പിന്നെ ഇറച്ചി, പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെയും ബസുമതി അരി, അങ്ങനെയാണ് മിക്സ് ചെയ്തത്. അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടി ഇട്ടപ്പം എല്ലാം റെഡിയായി. ഇങ്ങനെ ലെയറായിട്ട് നമ്മൾ പിന്നെയും അരിയും ഇറച്ചിയും എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെല്ലൈക്കനും കൂടെ അമർത്തുകയാണെങ്കിൽ ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും.